Hi dear students, I am Nehraju K. So, in the previous class, we have discussed about the definition of computer forensics and also its needs. So, today we are continuing with the next topic, rules of computer forensics and computer forensics evidence. So, we start ചെയ്യാം. In this slide, I have included two topics, rules of computer forensics and computer forensics evidence. Rules of computer forensics നകത്ത് നമ്മൾ ഫോറൻസിക്സിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് ആൻഡ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ് എവിഡൻസ് എന്താണ് ഇത് മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ സ്ലൈഡ്. So I'm starting with the first topic, rules of computer forensics. In computer forensics domain, there are various rules employed. നമ്മൾ ഓൾറെഡി വന്നിട്ട് ആ റൂൾസിൽ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാലും പറയുകയാണ് റൂൾസ് ഫോർ അഡ്മിസിബിലിറ്റി ഓഫ് എവിഡൻസസ്, റൂൾസ് ഫോർ ചെയിൻ ഓഫ് കസ്റ്റഡി ആൻഡ് റൂൾസ് ഫോർ എവിഡൻസ് ഇൻറ്റഗ്രിറ്റി. സോ ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന മോഡ്യൂൾസിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ചെറിയൊരു ബ്രീഫ് മാത്രമാണ് പറയാൻ പോകുന്നത്. So we will start with our first rule, rules for admissibility of evidences. അതിനകത്ത് രണ്ട് rule ആണ് വരുന്നത്. Rule number 1 is regarding admissibility and rule number 2 is regarding authenticity. Admissibility, which means evidence must be usable. If the evidence is not usable, then it is considered not present. അതിനൊരു എക്സാമ്പിൾ ആണ്, നമ്മളിപ്പോൾ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തി, that has happened on the internet and the user claims it to be fraud, then the transaction log is an acceptable evidence. ബട്ട് നമ്മളിപ്പം സപ്പോസ് അതിനകത്ത് ലോൺ റിക്കവറിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് എന്ന് വെക്കുക, അത് വന്നിട്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് കൺസേൺ ദ ട്രാൻസാക്ഷൻ. ഇത് ആ ഫ്രോഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ട്രാൻസാക്ഷനും ആയിട്ട് എടുക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെ അവിടെ കൺസിഡർ ചെയ്യില്ല. ദെൻ സെക്കൻഡ് റൂൾ ഇസ് ഞാൻ പറഞ്ഞ ഒതൻറ്റിസിറ്റി ആണ്. ഒതൻറ്റിസിറ്റി വിച്ച് മീൻസ് ദ എക്സ്പേർട്ട് മസ്റ്റ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ദ എവിഡൻസ് ഈസ് റിലേറ്റഡ് ടു ദ ഇൻസിഡൻറ്റ് ഇൻ എ റെലവൻറ്റ് മാനർ. അവിടെ വന്നിട്ട് ഒരു കോർട്ടിന് മനസ്സിലാവണം നമ്മൾ ഇപ്പം എവിഡൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എവിഡൻസ് എന്ന് പറയുന്നത് ആ ഇൻസിഡൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന്, അതേപോലെ റിലവൻ്റ് ആണ് എന്നുള്ളത് ആ കോർട്ടിനെ വന്നിട്ട് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ഇത് രണ്ടുമാണ് നമ്മുടെ അഡ്മിസിബിലിറ്റി ഓഫ് എവിഡൻസസിനകത്ത് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് റൂൾ നോക്കാം. So second one is rules for chain of custody. Chain of custody is important to the investigation process. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എവിഡൻസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തൊട്ടുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് റെക്കോർഡഡ് ആയിരിക്കും, ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കും നമ്മൾ. ഇപ്പം നമ്മൾ നേരത്തെ ഒതൻറ്റിസിറ്റി പഠിച്ചു. ഇപ്പം ഒരു കോർട്ടിൽ നമ്മളൊരു ആസ് എൻ ഇൻവെസ്റ്റിഗേറ്റർ ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് അവിടെ എവിഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചെയിൻ ഓഫ് കസ്റ്റഡി അതിൻ്റെ ഒതൻറ്റിസിറ്റി പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ചെയിൻ ഓഫ് കസ്റ്റഡി ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അതിനകത്ത് വരുന്ന കുറച്ച് ഇൻഫർമേഷൻ പറയുകയാണ്. ഹൂ സേസ്ഡ് ദ എവിഡൻസ്, their name, designation, email, phone number, etc. അതിനകത്ത് വരും. Then the evidence, when the evidence was seized, actual time and date in the system, CMOS date and time എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എവിഡൻസ് വന്നിട്ട് സേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണും. Then third one is physical description of the evidence item, അതായത് സീരിയൽ നമ്പർ, ടാഗ്, മേക്ക് ആൻഡ് മോഡൽ എക്സെട്ര. സോ ചെയിൻ ഓഫ് കസ്റ്റഡി നമ്മുടെ ഒതൻറ്റിസിറ്റി പ്രൂവ് ചെയ്യാൻ, കോർട്ടിൽ പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ചെയിൻ ഓഫ് കസ്റ്റഡി ആണ് ലാസ്റ്റ് കേസ് കഴിയുന്നത് വരെ അതിൻ്റെ എല്ലാ ഫുള്ളി ഡീറ്റെയിൽസും ഇതിനകത്ത് ഡോക്യുമെൻ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. So the last one is rules for evidence integrity. So we have to ensure that the evidence is not altered. അപ്പം അതിന് വേണ്ടി കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചെയിൻ ഓഫ് കസ്റ്റഡി ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നൊക്കെ. സോ അതൊക്കെ എവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യും. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ അതിൻ്റെ ബിറ്റ് ബൈ ബിറ്റ് കോപ്പി നമ്മൾ എടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ എവിഡൻസിന് നമ്മളൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്, ലിമിറ്റഡ് ആക്സസ് ഉള്ള ക്യാബിനറ്റ്സ് ലൈക്ക് വാൾട്ട് അല്ലെങ്കിൽ സേഫ്സിനകത്തൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ ഫോർ എൻഷുർ ദ ഇൻറ്റഗ്രിറ്റി വി ഹാവ് ടു യൂസ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷസ് ലൈക്ക് MD5 വിച്ച് മീൻസ് മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം, SHA-1, സെക്യൂർ ഹാഷ് അൽഗോരിതം എക്സെട്ര. അതിൻ്റെ തന്നെ RSA അൽഗോരിതം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ റൈറ്റ് ബ്ലോക്കർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീഡ് ഓൺലി എന്ന് മാത്രമായിരിക്കും ആ ഒരു ഡോക്യുമെൻറ്റ് വെച്ചിരിക്കുക, വേറെ ഒരു മോഡിഫിക്കേഷനും എവിഡൻസിൽ വരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഇത് മൂന്നുമാണ് നമ്മുടെ റൂൾസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. So next topic is computer forensics evidence. Computers and mobile devices have become integral part of our life. We all know computers can store large data such as email address, contact details, pictures, financial details, videos, internet history, and phone numbers, etc. All of this can give information about people's habits and interests, otherwise known as evidence.
സോ നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് ട്രഡീഷണൽ ലോ എൻഫോഴ്സ്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ പോലെ തന്നെ കമ്പ്യൂട്ടർ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഒരു ഓർഗനൈസ്ഡ് പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ അതിനുവേണ്ടി സ്പെഷ്യലി ട്രെയിൻ ചെയ്ത ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെ എവിഡൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് റെലവെന്റ് ആണ്. ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞ് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എവിഡൻസ് ആവശ്യമുണ്ട്. സോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു കൊലക്കേസ് കണ്ടു, ഉത്തര കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട്. സോ പാമ്പാണ് അവിടെ യൂസ് ചെയ്തത്. പക്ഷേ ആ ഒരു കൾപ്രിറ്റിനെ പാമ്പുമായിട്ട് എത്രത്തോളം അല്ലെങ്കിൽ പാമ്പുകളെ പറ്റി എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത് എന്നൊക്കെ അവർക്ക് യൂട്യൂബിൽ അയാളുടെ സെർച്ച് ഹിസ്റ്ററി എടുത്തപ്പോൾ മനസ്സിലായി. സോ അതൊരു എവിഡൻസ് ആണ് അവിടെ. സോ എവിഡൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു കാര്യവും പ്രൂവ് ചെയ്യാൻ. സോ ഇവിടെ അയാൾക്ക് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇയാൾ സെർച്ച് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് അത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെന്നുള്ളത് അവിടെ അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. സോ വേർ ക്യാൻ വി ഫൈൻഡ് എവിഡൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് അവർ ഐഡന്റിഫൈ ചെയ്ത് കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് അനലൈസ് ചെയ്തൊക്കെയാണ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ് അവർ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വന്നിട്ട് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞു. സോ ഇത് കൂടാതെ അപ്പാർട്ട് ഫ്രം ദ ഡേറ്റ സ്റ്റോർഡ് ഓൺ ഡിസ്ക് ആൻഡ് അതർ എക്സ്റ്റേണൽ മീഡിയ, ഓൾ റണ്ണിംഗ് കമ്പ്യൂട്ടേഴ്സ് ആർ സ്റ്റോർ ഹൗസ് ഓഫ് ഡേറ്റ ലൊക്കേറ്റഡ് ഇൻ ദ കമ്പ്യൂട്ടേഴ്സ് മെയിൻ മെമ്മറി ഓർ റാം. റാം നമുക്കറിയാം വോളറ്റൈൽ മെമ്മറി ആണ്. സോ ഡേറ്റ ദാറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഓൺ ദ ഡിസ്ക് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ റാമിനകത്ത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ സപ്പോസ് നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും പാസ്വേഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്രിപ്ഷൻ കീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺഎൻക്രിപ്റ്റഡ് ഡേറ്റ ആയിരിക്കാം, അതേപോലെ ഹിഡൻ കോഡ്സ് സച്ച് ആസ് റൂട്ട് കിറ്റ്സ്, രജിസ്ട്രി ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ എവിഡൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. സോ നമുക്ക് എവിഡൻസ് എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്യുന്നത് ആ ഒരു കൾപ്രിറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടാർഗറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് അവിടുന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. എവിഡൻസ് എവിടെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് ചിലപ്പം വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എവിഡൻസ് എവിടെ നിന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കിട്ടും എന്നൊക്കെ പറയുന്നതാണ്. CDs, DVDs, ഹാർഡ് ഡിസ്ക് മീഡിയ, USB ഡ്രൈവ്സ്, മെമ്മറി കാർഡ്സ്, ടെക്സ്റ്റ് മെസ്സേജസ്, ഫോൺ റെക്കോർഡ്സ് എക്സെട്ര. സോ ഇങ്ങനെ കുറേ പ്ലേസസ് നിന്ന് നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഈ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് റൂൾസ് പഠിച്ചു. റൂൾസ് ഫോർ അഡ്മിസിബിലിറ്റി, റൂൾസ് ഫോർ ചെയിൻ ഓഫ് കസ്റ്റഡി ആൻഡ് റൂൾസ് ഫോർ ഇൻറ്റഗ്രിറ്റി. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് വാട്ട് ഈസ് എവിഡൻസ് ആൻഡ് എവിഡൻസിൻ്റെ എക്സാമ്പിൾസ് എല്ലാം പഠിച്ചു. എവിടെ നിന്നൊക്കെ നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാമെന്ന് നമുക്ക് കിട്ടി. സോ അപ്പം ഓക്കെ, I hope everyone understood the topic. Thank you.